ഹായ്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി സിലബസിലെ KTU എഞ്ചിനീയറിംഗ് കെമിസ്ട്രി സിലബസിലെ 5th മൊഡ്യൂളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ്, EDTA മെത്തേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഹാർഡ്നെസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ലാബിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമാണെന്ന് പറഞ്ഞാൽ എന്താണ് EDTA എന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. EDTA ഈസ് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. +2 ക്ലാസ്സിലെല്ലാം നമ്മൾ കണ്ടേക്കുന്നതാണ്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് EDTA. അതിന്റെ ഫോർമുല കൂടി, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല കൂടി നമുക്ക് നോക്കാം. എത്തിലീൻ ഡയമീൻ, ഇപ്പൊ CH2 ഡയമീൻ ആവുമ്പോൾ NH2 വരുമല്ലോ. NH ഇതാണ് നമ്മുടെ എത്തിലീൻ ഡൈഅമീൻ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് എന്ത് വരുന്നു? എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിലെ ഒരു ഹൈഡ്രജൻ മാറിയാൽ CH3COOH ആണ് അസറ്റിക് ആസിഡ്. അതിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി CH2COOH. ഇവിടെയും അങ്ങനെ തന്നെ CH2COOH. ഇവിടെയും CH2COOH. ഇവിടെയും അങ്ങനെ തന്നെ CH2COOH. ഇതാണ് നമ്മുടെ EDTA എന്ന് പറയുന്നത്, എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം H4Y എന്ന് റെപ്രസെന്റ് ചെയ്യാം. This organic molecule can be represented as H4Y, where this hydrogen represents, these 4 hydrogen represents these 4 hydrogen atoms. These 4 acidic hydrogen atom. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള അസിഡിക് ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് ഈ 4 H റെപ്രസെന്റ് ചെയ്യുന്നത്. Y represents the remaining organic part. ആ H ഒഴിച്ചിട്ടുള്ള ബാക്കി ഓർഗാനിക് പാർട്ടാണ് Y റെപ്രസെന്റ് ചെയ്യുന്നത്. Also it can be represented as H2Y2-. ഇത് ഒരു 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 2 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ എന്തായി? COO- നായി. അപ്പൊ പിന്നെ മിച്ചം 2 ഹൈഡ്രജൻ അവിടെ ഉള്ളൂ. സോ H2Y 2 നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത് കൊണ്ട് അത് 2- നമുക്ക് എഴുതാം. H2Y2- എന്നും ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതൊരു ബെസ്റ്റ് EDTA സിഗ്നിഫിക്കൻസ് എന്താണെന്നാൽ ഇതൊരു ബെസ്റ്റ് കോംപ്ലക്സിംഗ് ഏജന്റ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധ്യതയുള്ള നല്ല ഒരു ബെസ്റ്റ് ലിഗാൻഡ് ആണ് EDTA എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് വാട്ടർ എന്താ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഹാർഡ് വാട്ടർ കണ്ടെയ്ൻസ് soluble salts of calcium or magnesium. കാൽസ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ സോലുബിൾ സോൾട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഫോമിലുള്ള ആ വാട്ടർ ആണ് ഇത് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ കാൽസ്യം അയോൺ ഉണ്ട്, Ca2+ അയോൺ പ്രസന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മഗ്നീഷ്യം Mg2+ അയോൺ പ്രസന്റ് ആയിരിക്കാം. അപ്പോൾ ഈ Ca2+ അയോണും നമ്മുടെ EDTA-യുമായിട്ട് ചേർന്ന്, അതായത് നമ്മുടെ ഹാർഡ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള Mn+ അയോൺ റിയാക്ട്സ് വിത്ത് EDTA and it forms metal EDTA complex. ഒരു മെറ്റൽ EDTA കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത്. ഹാർഡ് വാട്ടറിന്റെ ഹാർഡ്നെസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ, ഹാർഡ് വാട്ടർ എന്തുമാത്രം ഹാർഡ് ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിൽ ഒരു സിമ്പിൾ ടൈട്രേഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്. ആ ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈട്രന്റ് ആണ് എന്തെന്ന് പറയുന്നത്? EDTA എന്ന് പറയുന്നത്. അതിൽ EDTA-യുടെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. EDTA-യുടെ സ്ട്രക്ചർ പറഞ്ഞു, EDTA എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. ഇനി ഈ ടൈട്രേഷൻ പ്രോസസ്സിൽ ഈ H2Y2- എന്ന ഫോമിൽ നിൽക്കുന്നത് ഏകദേശം pH വാല്യൂ 10 ആയിരിക്കുമ്പോഴാണ്. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണിത്. ഇത് വളരെ pH സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈട്രേഷൻ ആണ്. അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോർമേഷൻ എപ്പോഴും pH വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണല്ലോ, നിങ്ങളോട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ pH വാല്യൂ 10 ആയിരിക്കുന്ന ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഈ ഫോമിലായിരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മെറ്റൽ അയോൺ നമ്മുടെ ഈ EDTA-യുമായിട്ട് ചേർന്നിട്ട് ഒരു മെറ്റൽ EDTA കോംപ്ലക്സ് ഫോം ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ ടൈട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈട്രേഷനും യൂസ് ചെയ്യുന്നത് പോലെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റർ ഈസ് നോൺ ആസ് ഈ എറിയോക്രോം ബ്ലാക്ക് ടീ അല്ലെങ്കിൽ EBT. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, നമ്മൾ ലാബിൽ ചെയ്തതാണെന്ന് നിങ്ങൾക്കറിയാം. EBT എന്ന് പറയുന്നത് നമ്മുടെ ലാബിൽ പൗഡർ ഫോമിലാണ് EBT യൂസ് ചെയ്തത്. പൗഡർ ഫോമിലല്ല, സൊല്യൂഷൻ ഫോമിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എറിയോക്രോ ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ഒരു കോംപ്ലക്സ് ഏജന്റ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള ഒരു നല്ല ലിഗാൻഡ് ആണ് EBT എന്ന് പറയുന്നത്. അപ്പോൾ EDT പോലെ തന്നെ നല്ലൊരു ലിഗാൻഡ് ആണ് എന്തും EBT. ഓക്കെ, അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ വോളിയം പ്രൊസീജിയറിലോട്ട് നമ്മൾ പോകുന്നു. അതിനു മുന്നേ നമ്മളൊരു പർട്ടിക്കുലർ വോളിയം ഹാർഡ് വാട്ടർ എടുത്ത് അതിനുള്ളിലേക്ക് ഈ EBT ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സ്മോൾ എമൗണ്ട്, കറക്റ്റ് പ്രൊസീജിയർ നമ്മൾ വഴിയെ കാണും. ഒരു സ്മോൾ എമൗണ്ട് EBT ഹാർഡ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഇതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വാട്ടറിന്റെ അകത്തുള്ള Ca2+ അയോൺ അല്ലെങ്കിൽ Mg2+ അയോൺ ഉണ്ടല്ലോ, that ions reacts with that EBT, that indicator, and it forms a metal EBT complex. ഒരു മെറ്റൽ EBT കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, സാധാരണഗതിയിൽ നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ കളേർഡ് ആണ്. അങ്ങനെ ഫോം ചെയ്യുന്ന മെറ്റൽ EBT കോംപ്ലക്സ് കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഒരു കളർ ഉണ്ട്. അത് ഏത് കളറാണെന്ന് നമ്മൾ കണ്ടേക്കുന്നത് വൈൻ റെഡ് കളറാണ്. നമ്മൾ ലാബിൽ ചെയ്തപ്പോൾ കണ്ടതാണ്. നമ്മുടെ ഹാർഡ് വാട്ടറിന്റെ അകത്തേക്ക് EBT ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു വൈൻ റെഡ് കളർ കിട്ടി. ഓക്കെ, ഇത് ഒരു പർട്ടിക്കുലർ pH മാത്രമേ ഈ റിയാക്ഷൻ പോസിബിൾ ആകുന്നുള്ളൂ. pH വാല്യൂ അറൗണ്ട് 10 ആയിരിക്കണം. അങ്ങനെ ആ 10-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു സംഗതി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നു? ബഫർ സൊല്യൂഷൻ. ഓക്കെ, കറക്റ്റ് പ്രൊസീജിയർ നമുക്ക് കാണാം. അപ്പോൾ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്ത് ഹാർഡ് വാട്ടറിലേക്ക് നമ്മൾ EBT ആഡ് ചെയ്യുമ്പോൾ ഒരു വൈൻ റെഡ് കളറുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആ വൈൻ റെഡ് കളറുള്ള ആ കോർഡിനേഷൻ കോമ്പൗണ്ട് ആ സൊല്യൂഷനിലേക്കാണ് നമ്മൾ വീണ്ടും എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? EDT ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓൾറെഡി നമ്മുടെ സൊല്യൂഷന്റെ അകത്തുള്ള മെറ്റൽ അയോൺ, അതിൽ കുറെ മെറ്റൽ അയോൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത EBTയുമായിട്ട് ചേർന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ആ ഫോം ചെയ്ത കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കളറാണ് നമ്മൾ വൈൻ റെഡ് കളറായിട്ട് അവിടെ കാണുന്നത്. അതുകൂടാതെ എല്ലാ മെറ്റൽ അയോണും, അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള എല്ലാ മെറ്റൽ അയോണും ഒന്നും കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ബാക്കിയുള്ള മിച്ചം കിടക്കുന്ന ആ മെറ്റൽ അയോൺ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ബ്യൂററ്റിൽ നിന്നും ആഡ് ചെയ്ത് കൊടുക്കുന്ന EDTയുമായിട്ട് ചേർന്നിട്ട് പുതിയൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഏത് കോംപ്ലക്സ് ആണ്? മെറ്റൽ EDT കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ അതിന്റെ ഉള്ളിലുള്ള ഫ്രീ ആയിട്ടുള്ള മെറ്റൽ അയോൺ മുഴുവൻ തീർന്നു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാമോ? ഈ മെറ്റൽ EBT കോംപ്ലക്സ് പതുക്കെ ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം മെറ്റൽ EDT കോംപ്ലക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റൽ EBT കോംപ്ലക്സ് ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ സൊല്യൂഷന്റെ അകത്തുള്ള ഫ്രീ മെറ്റൽ അയോൺ ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോംപ്ലക്സ് ഫോമിൽ, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന മെറ്റൽ അയോൺ പതുക്കെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് തുടങ്ങും. ദാറ്റ് മീൻസ് here the metal EDT complex is more stable than metal EBT complex. So now this metal EBT complex starts dissociate. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന ആ മെറ്റൽ അയോൺ പിന്നെ EDTയുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ ആ മെറ്റൽ EBT കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ EBT ഫ്രീ ആകുന്നു. ആ ഫ്രീ ആകുന്ന EBTയുടെ കളറാണ് ബ്ലൂ കളർ. അപ്പോൾ എൻ പോയിന്റിൽ നമ്മൾ കണ്ടതാണ് വൈൻ റെഡ് കളർ എന്തായിട്ട് മാറുന്നു? ബ്ലൂ കളറായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾ പ്രിൻസിപ്പിൾ എന്ന രീതിയിൽ എഴുതുന്നത്. സോ ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ഫാറ്റ്നസ് ഓഫ് വാട്ടർ വി ക്യാൻ യൂസ് EDTA മെത്തേഡ്. EDTA is a first complexing agent and it is ethylene diamine tetraacetic acid, and it can be represented as H4Y, or it can also exist in the form of a divalent ion H2Y2-. And for the estimation of this hardness, the complexing agent EDT or the titrum used is EDTA and the indicator used is EBT. And first this EBT reacts with the metal ion present in the water to form metal EBT complex, which is a colored complex. It has wine red color. When EDT adds to this complex, then since metal EDT complex is more stable than metal EBT complex, so this metal EBT complex starts to dissociate, and therefore thus EBT starts. So EBT, the presence of EBT will be there. So due to the presence of that EBT, the color of the solution becomes blue color. Okay, ഇതാണ് നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി അറൌണ്ട് pH വാല്യൂ 10 എന്നുകൂടി മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ ഭാഗത്തിലേക്ക് കടക്കാം. പ്രൊസീജിയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ഹാർഡ് വാട്ടറും EDTയും തമ്മിൽ ടൈറ്റായിട്ട് ചെയ്തു. എപ്പോഴും ഹാർഡ് വാട്ടർ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ ആണ് അൺനോൺ ആയിട്ട്
സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA. EDTA സ്റ്റാൻഡർഡൈസ് ചെയ്യുക. എന്താ ഈ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ. നമുക്കിപ്പോൾ ടൈട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹാർഡ് വാട്ടറും എന്തുമായിട്ട് ടൈട്രേറ്റ് ചെയ്യേണ്ടത്? EDTA-യുമായിട്ടാണ് ടൈട്രേറ്റ് ചെയ്യേണ്ടത്. ഹാർഡ് വാട്ടർ നമ്മുടെ അൺനോൺ ആണ്. അതിനകത്ത് എന്തുമാത്രം കാൽസ്യം അയോൺ ഉണ്ട്, എന്തുമാത്രം മഗ്നീഷ്യം അയോൺ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഹാർഡ്നെസ് കോസിംഗ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. EDTA-യുടെ കോൺസെൻട്രേഷൻ അറിഞ്ഞേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് 0.02 നോർമൽ EDTA ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അത് വെച്ച് ചെയ്തോളാൻ നമ്മൾ ചിലപ്പോൾ സമയം കുറവുള്ളപ്പോൾ പറയും. പക്ഷേ ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ EDTA കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് EDTA-യുടെ കോൺസെൻട്രേഷനും കൂടെ നിങ്ങൾ കണ്ടുപിടിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ EDTA-യുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA. അപ്പോൾ നമ്മൾ EDTA സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ EDTA-യുമായിട്ട് ടൈട്രേറ്റ് ചെയ്യേണ്ട, EDTA-യുടെ സ്ട്രെങ്ത് ആണ് ഇപ്പോൾ അൺനോൺ ആയിട്ടുള്ളത്, ഇതുമായിട്ട് ടൈട്രേറ്റ് ചെയ്യേണ്ട ഹാർഡ് വാട്ടർ ഉണ്ടല്ലോ, അതായത് നമുക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേഷൻ അറിയാവുന്ന ഹാർഡ് വാട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ അറിയാവുന്ന ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യണ്ടേ? അതാണ് നമ്മളിവിടെ ആദ്യം പറയേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഹാർഡ് വാട്ടറും EDTA വെച്ച് ടൈട്രേറ്റ് ചെയ്യണമെങ്കിൽ ഹാർഡ് വാട്ടർ ആണ് അൺനോൺ ആയിട്ടുള്ളത്, EDTA അപ്പോൾ നോൺ ആയിരിക്കണം. ആ EDTA-യുടെ കോൺസെൻട്രേഷനും കൂടെ എങ്ങനെ കണ്ടുപിടിക്കണേ? ടൈട്രേഷൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA എന്ന് പറയുന്നത്. അങ്ങനെ EDTA സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ, EDTA-യുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഹാർഡ് വാട്ടർ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അൺനോൺ ഹാർഡ് വാട്ടർ അല്ലാതെ നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു ഹാർഡ് വാട്ടർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ? 1 gram പ്യുവർ കാൽസ്യം കാർബണേറ്റ് കറക്റ്റ് ആയിട്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ട് വെയിറ്റ് എടുത്ത് ചെയ്യും. എന്താണ്? 1 gram പ്യുവർ കാൽസ്യം കാർബണേറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ബാലൻസ്ഡ് വെയിറ്റ് എടുക്കുന്നു. വെയിറ്റ് എടുത്ത് നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് അല്ലെങ്കിൽ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിലേക്ക് നേരെ വെള്ളം ഒഴിച്ചാൽ ഡിസോൾവ് ചെയ്യില്ല. കാൽസ്യം കാർബണേറ്റ് സോലുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ല. അതുകൊണ്ട് ഇതിനെ ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മിനിമം ക്വാണ്ടിറ്റി ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യും. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് അതിനെ ഡിസോൾവ് ചെയ്യിച്ചിട്ട് നമ്മൾ അതിനെ മേക്കപ്പ് ചെയ്ത് എന്താക്കി മാറ്റുന്നു? 1 ലിറ്റർ ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ 1 gram കാൽസ്യം കാർബണേറ്റ് എടുത്ത് അത് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ടു 1 ലിറ്റർ. 1 ലിറ്ററിലേക്ക് മാറ്റുന്നു. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ആയിരിക്കും? 1000 gram ആണ് അല്ലേ? അപ്പോൾ 1000 ഗ്രാമിൽ 1 gram കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേഷൻ സ്റ്റെപ്പ് നമുക്ക് അടുത്ത് ഇതിൽ പറയാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ EDTA-യുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, EDTA-യുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ EDTA-യുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആ EDTA ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാർഡ് വാട്ടറുമായിട്ട് ടൈട്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ആദ്യം സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA കണ്ടുപിടിച്ചു, എന്നിട്ട് ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ്. ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ EDTA ഉപയോഗിച്ച് നമ്മുടെ ഹാർഡ് വാട്ടറുമായിട്ട് അൺനോൺ ഹാർഡ് വാട്ടറുമായിട്ട് ടൈട്രേറ്റ് ചെയ്തു. ടൈട്രേറ്റ് ചെയ്ത് ടൈട്രേഷന് വേണ്ടി ടൈട്രേഷൻ പ്രൊസീജിയർ നമുക്ക് പറയാം. പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ലാബിൽ 50 ml ഹാർഡ് വാട്ടർ ആണ് പ്രിപ്പയർ ഔട്ട് ചെയ്തത്. അത് കറക്റ്റ് ഏതുപോലെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് 20 ml ഹാർഡ് വാട്ടർ ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. Then 2 ml of buffer solution is added and 2 or 3 drops of Eriochrome black tea indicator എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പിഞ്ച് ഓഫ് EBT ആണ് ആഡ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് ലാബിൽ തന്നിരുന്നത് പൗഡർ ഫോമിലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു പിഞ്ചാണ് ആഡ് ചെയ്തത്. പിഞ്ച് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫോമിലാണ് നമ്മുടെ EBT ഇരിക്കുന്നതെങ്കിൽ 2 or 3 drops. ആ ലിക്വിഡ് ഫോമിലുള്ള EBT എന്ന് പറഞ്ഞാൽ EBT പൗഡർ ഫോമിലുള്ള EBT നമ്മൾ ഈഥൈൽ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള EBT പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? 20 ml of that standard hard water is pipetted out into a conical flask. 2 ml of buffer solution is added and 2 or 3 drops of Eriochrome black tea indicator. Now a pink color, wine red color develops and it is titrated against that unknown EDTA solution.
അല്ലെ, EDTA സൊല്യൂഷനുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ടൈറ്റർ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുന്നു. സപ്പോസ് V1 ആണ് അപ്പോഴത്തെ ടൈറ്റർ വാല്യൂ എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തെടുക്കുന്നു? അൺനോൺ ഹാർഡ് വാട്ടർ എടുക്കുന്നു. ഇതേ പ്രോസസ്സ് തന്നെ. അൺനോൺ ഹാർഡ് വാട്ടർ നമ്മൾ pipetted out into conical flask. 2 ml of buffer solution is added and 2 or 3 drops of heliochrome black tea indicator. And that is titrated against that EDTA solution. Now the volume, the purity reading is, titer value is V2. ഇനി അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഹാർഡ്നെസ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് വാല്യൂ എന്തായിരിക്കും? ടോട്ടൽ ഹാർഡ്നെസ് ആയിരിക്കും. ഇനി നമുക്ക് ഏത് ഹാർഡ്നെസ്സോട് കണ്ടുപിടിക്കണം? പെർമനന്റ് ഹാർഡ്നെസ്സോട് കണ്ടുപിടിക്കണം. പെർമനന്റ് ഹാർഡ്നെസ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസിനെ ആദ്യമേ തന്നെ റിമൂവ് ചെയ്യണം. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റ്സ് ആണ് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പർട്ടിക്കുലർ വോളിയം സൊല്യൂഷൻ എടുത്തിട്ട് ഏകദേശം ഒരു 250 ml സൊല്യൂഷൻ ഒരു ബീക്കറിലേക്ക് എടുക്കുക. ഏത് സൊല്യൂഷൻ? നമ്മുടെ ഹാർഡ് വാട്ടർ എടുക്കും. തന്നിരിക്കുന്ന ഹാർഡ് വാട്ടർ എടുക്കുന്നു. എന്നിട്ട് കുറേ സമയത്തേക്ക് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. ബോയിൽ ചെയ്തിട്ട് അതിന്റെ വോളിയം ഏകദേശം ഒരു 50 ആയിട്ടൊക്കെ റെഡ്യൂസ് ചെയ്യുന്നവരെ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ഒന്നെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ് ആകാം, അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആകാം. അപ്പോൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താകും? കാൽസ്യം ബൈകാർബണേറ്റ് ആണെങ്കിൽ അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണെങ്കിൽ അത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാം. ഓക്കെ, ഫിൽറ്റർ ചെയ്ത് മാറ്റി അതിനെ വീണ്ടും നമുക്ക് ഡൈല്യൂട്ട് ചെയ്തതുപോലെ 1 ലിറ്ററോ അങ്ങനെ 250 ml ആക്കിയിട്ട് ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്തത് ഇത് സെയിം പ്രൊസീജിയർ തന്നെ. അതിൽ ഒരു 20 ml എടുക്കുന്നു, പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു. 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ 2 അല്ലെങ്കിൽ 3 ml ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. പിഞ്ച് ഓഫ് EBT ആഡ് ചെയ്യുന്നു. നമ്മുടെ EBTയുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പ്യൂരിറ്റി റീഡിങ് V3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്ര ടൈട്രേഷൻ കഴിഞ്ഞു? 3 ടൈപ്പ് ടൈട്രേഷൻ ആണ്. 3 ടൈപ്പ് ടൈട്രേഷൻ. ആദ്യത്തെ ടൈട്രേഷൻ EDTA സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാർഡ് വാട്ടർ നമ്മൾ സ്വയമേ ഉണ്ടാക്കി കാൽസ്യം കാർബണേറ്റ് ഒക്കെ ഇട്ട് സ്വയമേ നമ്മളൊരു ഹാർഡ് വാട്ടർ ഉണ്ടാക്കി ആ ഹാർഡ് വാട്ടറും EDTA വെച്ചിട്ടുള്ള ടൈട്രേഷൻ ഫസ്റ്റ് കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നവരെ ടൈട്രേറ്റ് ചെയ്യുന്നു. അതിന്റെ ടൈറ്റർ വാല്യൂ V1, പ്യൂരിറ്റി റീഡിംഗ് V1 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ടൈട്രേഷൻ ഏതാണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന അൺനോൺ ഹാർഡ് വാട്ടർ. മറ്റേത് നിങ്ങൾ ഉണ്ടാക്കിയ ഹാർഡ് വാട്ടർ. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അൺനോൺ ഹാർഡ് വാട്ടറും EDTA വെച്ചിട്ടുള്ള ടൈട്രേഷൻ അടുത്തത്. അപ്പോൾ കിട്ടുന്ന പ്യൂരിറ്റി റീഡിംഗ് V2 ആണെന്ന് വിചാരിക്കുക. ഇനി മൂന്നാമത് എന്താണ്? നമുക്ക് ഇപ്പൊ കിട്ടിയ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് ടോട്ടൽ ഹാർഡ്നെസ് ആണ്. ഇനി നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസിനെല്ലാം റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്യുമ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളതൊക്കെ പോയി അത് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. സെയിം ടൈട്രേഷൻ നടത്തുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്യൂരിറ്റി റീഡിംഗ് എന്താണ്? V3 ആണ്. ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ സ്റ്റെപ്സിലോട്ട് പോകാം. കാൽക്കുലേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നോർമാലിറ്റി ഓഫ് ഹാർഡ് വാട്ടർ നോക്കാം. നോർമാലിറ്റി ഓഫ് ഹാർഡ് വാട്ടർ ഏത് ഹാർഡ് വാട്ടർ ആണ്? നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്വയമേ ഒരു ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്തല്ലോ അല്ലെ. അതെങ്ങനെ പ്രിപ്പയർ ചെയ്തത്? 1 gram കാൽസ്യം കാർബണേറ്റ് മിനിമം ക്വാണ്ടിറ്റി ഡൈല്യൂട്ട് HCl ഡിസോൾവ് ചെയ്ത് അത് 1 ലിറ്റർ ആയിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്പർ ഓഫ് മൊളാരിറ്റിയിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ അല്ലെ. നോർമാലിറ്റിയിലാവുമ്പോൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസിന് പകരം എന്താണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ആണ്. ഇക്വലന്റ് മാസ് ഇൻടു വോളിയം അല്ലെ. പൊളാരിറ്റി ആയിരുന്നെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ആയിരുന്നു പൊളാരിറ്റിയിൽ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ എന്ത് ചെയ്യണം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കണം. അതാണ് നമ്പർ ഓഫ് ഇക്വലൻസ്. നമ്പർ ഓഫ് ഇക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ് നോർമാലിറ്റി. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. നോർമാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ചെയ്യുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഇൻടു വോളിയം ഇൻ ലിറ്റർ ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 1 gram എടുത്തിട്ടാണ്. സോ 1 gram ഡിവൈഡഡ് ബൈ 1 gram കാൽസ്യം കാർബണേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അൺനോൺ ഹാർഡ് വാട്ടറിന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരു ഹാർഡ് വാട്ടർ ഉണ്ടല്ലോ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പ്രിപ്പയർ ചെയ്തത് 1 gram കാൽസ്യം കാർബണേറ്റ് എടുത്ത് 1 ലിറ്റർ ആക്കുക ചെയ്തത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വലന്റ് മാസ്
50 ആണ്, വോളിയം എത്രയാണ് 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും എത്ര വരും? 0.02 നോർമൽ എന്ന് വരും. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ, ഇത് അൺനോൺ അല്ല, സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിന്റെ നോർമാലിറ്റി എത്രയാണ്? 0.02 നോർമൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് EDTA. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് EDTA. EDTA സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 20 ml സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ, 20 ml സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് is equivalent to P1 ml of N2 normal EDTA. ഇത് നമുക്ക് എഴുതാലോ. 20 ml ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിന്റെ നോർമാലിറ്റി നമുക്ക് വേണമെങ്കിൽ എഴുതാം 20 ml 0.02 നോർമൽ. സ്റ്റാൻഡേർഡ് ഒന്നും കാണുന്നില്ല. 20 ml 0.02 നോർമൽ ഹാർഡ് വാട്ടർ ഈസ് ഇക്വലന്റ് ടു, അവിടുത്തെ പ്യൂരിറ്റി റീഡിംഗ് എന്താണ്? V1 ml ഓഫ് N2 നോർമൽ. EDTA നോർമാലിറ്റി നമുക്ക് അറിയില്ല. EDTA നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണല്ലോ ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് EDTA എന്ന് പറയുന്നത്. അപ്പോൾ EDTA സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്തു. ആ ഹാർഡ് വാട്ടർ 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തു, ബഫർ ആഡ് ചെയ്തു, EBT ആഡ് ചെയ്തു, ടൈട്രേറ്റ് ചെയ്തു. ടൈട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് EDTA വോളിയം കിട്ടിയത് V1 ആണെന്ന് വിചാരിക്കുക, എത്രയെങ്കിലും ആയിക്കോട്ടെ, V1 ആണ്. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 20 ml 0.02 നോർമൽ, V1 ml N2 നോർമൽ. അപ്പോൾ ഇവിടെ നോർമാലിറ്റി ഓഫ് EDTA, therefore normality of EDTA is equal to N1 V1 equal to N2 V2. എന്താ കണ്ടുപിടിക്കേണ്ടത്? N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നോർമാലിറ്റി ഓഫ് EDTA, that is N2 is equal to 20 into 0.02 divided by V1 എന്ന് കിട്ടും. കണ്ടോ, നോർമാലിറ്റി ഓഫ് EDTA എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി എല്ലായിടത്തും യൂസ് ചെയ്യാൻ പോകുന്നത്. EDTA നോർമാലിറ്റി കണ്ടുപിടിച്ചു, കാരണം ഈ EDTA ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫർദർ ടൈട്രേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന EDTA കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നിങ്ങൾ തന്നെ ആദ്യം കണ്ടുപിടിക്കുന്നു. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ ഒരു ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നു. ആ ഹാർഡ് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. ആ ഹാർഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന EDTA ടൈട്രേറ്റ് ചെയ്തു. ഒരു ടൈറ്റർ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. ആ ടൈറ്റർ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ EDTA കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് എന്ത് കണ്ടുപിടിക്കുക? ഡിറ്റർമിനേഷൻ ഓഫ് പെർമനന്റ് ഹാർഡ്നെസ്, സോറി ടോട്ടൽ ഹാർഡ്നെസ്. ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 20 ml ഓഫ് അൺനോൺ ഹാർഡ് വാട്ടർ അല്ലേ? 20 ml ഓഫ് അൺനോൺ ഹാർഡ് വാട്ടർ അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ N2 വരെ എടുത്തിട്ടുണ്ട്. സോ 20 ml ഓഫ് N3 എടുക്കാം. N2 വരെ നമ്മൾ ഓൾറെഡി എടുത്തല്ലോ. N3 നോർമൽ, 20 ml of N3 normal unknown hard water is equivalent to, അതിന്റെ ടൈട്രേഷൻ ടൈറ്റർ വാല്യൂ എത്രയാണെന്ന് നമുക്ക് എടുക്കാം. P2 ml of EDTA ഓൾറെഡി N2 ആണല്ലോ, N2 നോർമൽ EDTA. മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. EDTA നോർമാലിറ്റി കണ്ടുപിടിച്ചിട്ട് അതേ EDTA സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് തന്നിരിക്കുന്ന അൺനോൺ ഹാർഡ് വാട്ടർ ടൈട്രേറ്റ് ചെയ്യുന്നു. അൺനോൺ ഹാർഡ് വാട്ടർ 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ 50 ml നിങ്ങൾ ചെയ്ത് 50 ml പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു, 2 to 3 ml ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, EBT ആഡ് ചെയ്യുന്നു. EBT ആഡ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈറ്റർ വാല്യൂ V2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ml അൺനോൺ ഹാർഡ് വാട്ടർ ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ N3 വെറുതെ ഇട്ടു, കാരണം ഒരു N1 അപ്പുറം എടുത്തിരുന്നു, N2 ഇവിടെ വന്നിരുന്നു, അടുത്തെന്നുള്ള രീതിയിൽ വെറുതെ ഒരു N3 ഞാൻ കൊടുത്തു. So 20 ml of N3 normal unknown hard water is equivalent to V2 ml of EDTA. ഓൾറെഡി നമ്മളിവിടെ കോൺസെൻട്രേഷൻ നോർമാലിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, N2 എന്ന് അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, V2 ml of N2 normal EDTA. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? Therefore
നോർമാലിറ്റി ഓഫ് അൺനോൺ ഹാർഡ് വാട്ടർ ഈസ് ഈക്വൽ ടു, അതായത് N3 ആണ് നമുക്ക്, N3 ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? N1 V1 ഈസ് ഈക്വൽ ടു N2 V2. N3 ഈസ് ഈക്വൽ ടു എങ്ങനെയാണോ? V2 into N2 ഡിവൈഡഡ് ബൈ 20. ശരിയല്ലേ? ഈ N3 കണ്ടുപിടിക്കാനായിട്ട് V2 into N2 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, ഇവിടുത്തെ V2 എത്രയാന്ന് നമുക്ക് അറിയില്ല, പക്ഷേ N2 എത്രയാന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 into 0.02 ഡിവൈഡഡ് ബൈ V1. ശരിയല്ലേ? 20 into 0.02 ഡിവൈഡഡ് ബൈ V1. ഈ 20യും ഈ 20യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ V1 into 0.02. കണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിച്ചു. വായിച്ചോട്ടെ, ഞാനിത് ഇങ്ങനെ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെർമനന്റ് ഹാർഡ്നെസ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേ? പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു 250 ml നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാർഡ് വാട്ടർ എടുത്ത് കുറേ സമയത്തേക്ക് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. ബോയിൽ ചെയ്ത് ഒരു 50 ml ഒരു 50 ml ആകുന്നത് വരെ, വോളിയം റെഡ്യൂസ് ചെയ്ത് ഒരു 50 ml ആകുന്നത് വരെ ബോയിൽ ചെയ്യിക്കുക. ബോയിൽ ചെയ്തിട്ട് 50 ml ആയി കഴിയുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് പിന്നെ അതിനെ ഒരു കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 250 ml ആയിട്ട് അതിനെ മേക്കപ്പ് ചെയ്യുക. ആ ഒഴിക്കേണ്ട വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കണം കേട്ടോ. വീണ്ടും ടാപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തതിന് യാതൊരു കാര്യം ഇല്ലാതാവും. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച്, കാരണം 50 എന്ന് പറയുമ്പോൾ തീരെ കുറച്ച് ബോളിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല പ്രാവശ്യം ടൈട്രേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്തിനൊക്കെ ആയിക്കൊള്ളുക? 250 ml ആക്കിക്കൊള്ളുക, ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത്. എന്നിട്ട് നമ്മൾ അത് കൂട്ടി 20 ml എടുക്കുന്നു. അപ്പോൾ നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ എടുക്കാം? ഇവിടെ നമ്മൾ 20 ml എന്ത് വാട്ടറാണ്? 20 ml ഓഫ് എത്ര നോർമാലിറ്റി വരെ നമ്മൾ ഓൾറെഡി എടുത്തു? N3 വരെ എടുത്തു. സോ 20 ml ഓഫ് N3 നോർമൽ അല്ല, N3 വരെ എടുത്തു. ഇനി N4 കൊടുക്കണം. N4 നോർമൽ ബോയിൽഡ് വാട്ടർ. ബോയിൽഡ് വാട്ടർ ഈസ് ഈക്വൽ ടു V1 എടുത്തു, V2 കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് V3 വോളിയം കൊടുക്കാം. V3 ml ഓഫ് എത്ര നോർമൽ EDT ആണ്? EDTയുടെ ഫോർമാറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. N2 നോർമൽ EDT. കണ്ടോ? 20 ml ഓഫ് N4 നോർമൽ ബോയിൽഡ് വാട്ടർ ഈസ് ഈക്വൽ ടു V3 ml ഓഫ് N2 നോർമൽ EDT. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? Therefore normality of boiled water is equal to, therefore normality of boiled water, normality of boiled water അത് N4 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. N4 is equal to, N4 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? V3 into N2 divided by 20. V3 into N2 divided by 20. കണ്ടോ? അതില് N2 ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V3 divided by 20 into ഇത് 20 into 0.02 divided by എന്താണ്? V1 ആണ്. ഇവിടെ നമുക്കിത് കളയാം. അപ്പൊ എങ്ങനെ കൊടുക്കാം? V3 into 0.02 divided by V1. V3 into 0.02 divided by V1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? പെർമനന്റ് ഹാർഡ്നെസ് ആയി. ഇനി നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കണമായിരുന്നെങ്കിൽ ടോട്ടൽ ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു പെർമനന്റ് പ്ലസ് ടെമ്പററി ആണല്ലോ. അപ്പൊ ടെമ്പററി കിട്ടണമെങ്കിൽ ടോട്ടൽ മൈനസ് പെർമനന്റ് ചെയ്താൽ ടെമ്പററി ഹാർഡ്നെസ് കിട്ടും. ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ സ്റ്റെപ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം. ഒരു പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ പോയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കിയാലും മനസ്സിലാവും. ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് പോകുന്നില്ല. പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സെയിം തന്നെ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഇവിടെ കുറെ N1 N2 V1 V2 ഒക്കെ വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹാർഡ് വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിന്റെ N1 എന്ന് എടുത്തു, അൺനോൺ ഹാർഡ് വാട്ടറിന്റെ അങ്ങനെ N1 N2 N3 N4 എന്ന് മുമ്പോട്ടേക്ക് പോയെന്ന് ഓർത്താൽ മതി. ആദ്യത്തെ ടൈട്രേഷന് കിട്ടിയ ടൈറ്റർ വാല്യൂ V1, രണ്ടാമത്തെ ടൈട്രേഷൻ V2, മൂന്നാമത്തെ ടൈട്രേഷൻ V3. കൺഫ്യൂഷൻ ആവണ്ട. സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ആദ്യം നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ഉണ്ടാക്കണം എന്ന് മാത്രം. ആ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ഉണ്ടാക്കി അതുമായിട്ട് EDGനെ ടൈട്രേറ്റ് ചെയ്യുവാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ടൈട്രേഷനും മൂന്നാമത്തെ ടൈട്രേഷനും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാർഡ് വാട്ടർ വെച്ചിട്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാർഡ് വാട്ടറും തന്നിരിക്കുന്ന EDTയും വെച്ചിട്ടുള്ള ടൈട്രേഷനാണ് രണ്ടാമത്തെ ടൈട്രേഷൻ. മൂന്നാമത്തെ ടൈട്രേഷനോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാർഡ് വാട്ടറിനെ ബോയിൽ ചെയ്യുക.
ബോയിൽ ചെയ്ത വോളിയൊക്കെ കുറച്ച് വീണ്ടും അതിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ളത്, പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ ടൈട്രേഷൻ. മൂന്നാമത്തെ ടൈട്രേഷന് കിട്ടുന്ന ടൈറ്റർ വാല്യൂ ആണ് V3, രണ്ടാമത്തെ ടൈട്രേഷന് കിട്ടിയത് V2, ഒന്നാമത്തെ ടൈട്രേഷന് കിട്ടിയത് V1. അപ്പോൾ എല്ലായിടത്തും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോർമാലിറ്റി തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ EDTA നോർമാലിറ്റി കണ്ടുപിടിച്ച് ഇങ്ങനെ വെക്കണം. അതേ EDTA വെച്ചിട്ടാണ് എല്ലാ പ്രാവശ്യം ടൈട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോ ടൈട്രേഷനും പിന്നെ N2 നോർമൽ EDTA എന്ന് തന്നെ N2 തന്നെ അവിടെ എടുത്ത് കൊടുത്തത്. ആ N2 ഓൾറെഡി നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പിന്നെ